ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. എന്നാത്താൻ കേസുകൂടെ എന്ന സിനിമയ്ക്ക് ശേഷം കുഞ്ചാക്കോ ബോബനും രതീഷ് ബാലകൃഷ്ണ പൊതുവാളും കോംബോ ഒരുമിക്കുന്ന പുതിയ സിനിമയാണല്ലോ. ഒരു ദുരൂഹ സാഹചര്യത്തിൽ ലിസ്റ്റൺ സ്റ്റീഫൻ നിർമ്മിക്കുന്ന സിനിമയുടെ ഷൂട്ടെല്ലാം തന്നെ നേരത്തെ പാക്കപ്പ് ആയതാണ്. തിയേറ്റർ റിലീസിന് ഒരുങ്ങുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ വൈകിട്ട് 7 മണിക്ക് റിലീസാകുമെന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുകയാണ്. കാത്തിരിക്കാം ഫസ്റ്റ് ലുക്കിനായിട്ട്. രജനികാന്തിന്റെ ജയിലർ 2 എന്ന സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഷെഡ്യൂൾ ഷൂട്ട് നടന്നത് കേരളത്തിലായിരുന്നല്ലോ. ഇപ്പോഴത്തെ വീണ്ടും കേരളത്തിൽ സിനിമയ്ക്ക് ഷൂട്ടുണ്ട് എന്നുറപ്പാക്കപ്പെട്ടിരിക്കുന്നു. പാലക്കാടായിരിക്കും സിനിമയുടെ ഒരു ഷെഡ്യൂൾ ഷൂട്ട് കൂടി നടക്കുക. പ്രണവ് മോഹൻലാലിന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണല്ലോ DS ഈറെ. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഡബ്ബിംഗിലേക്ക് പ്രണവ് ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന അപ്ഡേറ്റ് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ വർഷം ഒക്ടോബർ അവസാനത്തോടെയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക. കൊച്ചിയിലാണ് സിനിമയുടെ ഡബ്ബിംഗ് നടക്കുന്നത്. പ്രദീപ് രംഗനാഥന്റെ ജന്മദിനമാണിന്ന്. സമീപകാലത്തെ തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിലെ മികച്ച ബിസിനസ് നടക്കുന്ന താരം കൂടിയ പ്രദീപിന് ജന്മദിനാശംസകൾ. അനിരുദ്ധ സംഗീതം നൽകി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റ് ഓഗസ്റ്റ് 1-ാം തീയതി പുറത്തുവരുന്നതാണ്. കിങ്ഡം വിജയ് ദേവരകൊണ്ട നായകനായി എത്തുന്ന അദ്ദേഹത്തിന്റെ അടുത്ത വലിയ സിനിമയാണല്ലോ. അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ നാളെ ജൂലൈ 26-ാം തീയതി തിരുപ്പതിയിൽ വെച്ച് ലോഞ്ച് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. വലിയ വമ്പൻ സിനിമയാണ് ചിത്രം എന്നാണ് ഇതിനോടകം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. കരിയറിലെ തന്നെ വലിയ സിനിമയുമായിട്ട് ആസിഫിൽ എത്തുകയാണല്ലോ. ടിക്കി ടാക്ക എന്ന സിനിമയിലൂടെയാണ് എത്തുന്നത്. രോഹിത് VS സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് ഇനി 80 ദിവസത്തെ ഷൂട്ട് കൂടി ബാക്കിയുണ്ട്. ഇപ്പോഴത്തെ സിനിമയ്ക്ക് സംഗീതം നൽകാനായിട്ട് രവി ബസറൂർ എത്തുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടനെ ഉണ്ടായേക്കും. നിലവിലെ ഷൂട്ട് നടക്കുന്ന ഷെഡ്യൂളിൽ സിനിമയിലെ നായിക കൂടിയായി വാമിക ഗബി അഭിനയിക്കുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അപ്പോൾ കാത്തിരിക്കാം അടുത്ത ടിക്കി ടാക്കിയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്. തുടർച്ചയായിട്ട് ഒരുപാട് ഓഫീസ് അന്യഭാഷയിൽ നിന്നും ലാലേട്ടിനെ തേടിയെത്തുന്നുവെന്ന് നേരത്തെ തന്നെ പലതവണ പ്രേക്ഷകരെ അറിയിച്ചതാണല്ലോ. ഇപ്പോഴത്തെ അടുത്തൊരു ഓഫർ തമിഴിൽ നിന്ന് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അത് മണികണ്ഠൻ നായകനായി എത്തുന്ന ത്യാഗരാജ കുമാരരാജ അഥവാ സൂപ്പർ ഡീലക്സ് എന്ന വിജയ് സേതുപതി സിനിമയുടെ സംവിധായകന്റെ സിനിമയിലേക്കാണ്. ഇത്തവണ കാമിയ റോളിലേക്കല്ല മറിച്ച് ഒരു ക്യാരക്ടർ റോൾ ചെയ്യാനായിട്ടാണ് ലാലേട്ടനെ ക്ഷണിച്ചിരിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ ഓക്കെ പറഞ്ഞോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.